ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അങ്ങയുടെ സർക്കാർ ഏൽപ്പിച്ചതാണ് പത്മകുമാറിനെ ആയാലും വാസുവിനെ ആയാലും ആ സ്ഥാനം. സ്വാഭാവികമായി അവരിങ്ങനെ ഒരു കേസിൽ പെടുന്നു, അവരിതിന്റെ ഗൂഢാലോചന നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ആ സമയത്ത് മന്ത്രി എന്ന നിലയിൽ താങ്കൾ അന്നത്തെ മുഖ്യമന്ത്രി കൂടിയാണല്ലോ, കടകംപള്ളിയോട് ചോദിച്ചിരുന്നു CMA എന്താണെന്ന് സംഭവിച്ചത്, എന്താണ് ഉണ്ടായത് എന്ന കാര്യം? ഈ കാര്യത്തിൽ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. ആരോടും പ്രത്യേകമായി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതൊക്കെ കാലത്താണ് സംഭവിച്ചതെന്ന് അന്വേഷണം നടക്കട്ടെ എന്ന്. നമ്മളെന്തിനാ അത്ര ധൃതിപ്പെടുന്നത്? അന്വേഷണം പൂർത്തിയാകട്ടെ. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മനസ്സിലാവുമല്ലോ. അന്വേഷണം അത് മനസ്സിലിരിക്കട്ടെ എന്ന്. അത് വ്യക്തമായല്ലോ. ചോദ്യത്തിൻ്റെ അല്ല, അതിനാണല്ലോ ഞാൻ പറയുന്നത്. ചോദ്യത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താ തർക്കിക്കുകയാണോ വേണ്ടത്? എന്നാൽ പിന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കുക. ഇനി ഞാൻ പറയുന്നതിന് ശേഷം മാത്രമേ ഇദ്ദേഹം പറയാവൂ. നിങ്ങളതിന് ഉറപ്പുണ്ടാക്കണം. കാരണം ഇദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാൻ എന്തോ ഒരു അവകാശമുള്ള ആൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ നില പൊതുവിൽ വാർത്താ സമ്മേളനത്തിൽ നല്ല കാര്യമല്ല. ആരായാലും പാലിക്കേണ്ട ചില മിനിമം രീതികളുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു എക്സെപ്റ്റഡ് ആണ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നത്. കണ്ടില്ലേ? ഇവിടെ തർക്കിക്കാനല്ലല്ലോ വരുന്നത്. നിങ്ങൾ ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനുമാണ് നിൽക്കുന്നത്. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ അനാവശ്യമായ തർക്കം ഉന്നയിക്കുന്നൊരു പ്രത്യേക രീതി ഇദ്ദേഹം സ്വീകരിച്ചു വരികയാണ്. അതാണ് ഞാൻ പറയുന്നത്.